ഗുഡ് മോർണിംഗ്. ആയില്ലേ നല്ലൊരു കഴിവുണ്ട്. നമുക്കിവിടെ BOP ജയകുമാർ സാർ നല്ല ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. കാര്യം മനസ്സിലായോ? ഹലോ, പുതുതായിട്ട് വന്ന വ്യക്തികൾ, പുതിയതായിട്ട് വന്ന വ്യക്തികൾ കൈ കൊടുക്കുകയെ. ഓക്കെ, നിറയെ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി നല്ലൊരു കൈ കൊടുക്കാം. കാരണം നിങ്ങളുടെ ദിവസം ഒരു വ്യക്തമായൊരു തീരുമാനം നിങ്ങൾക്ക് ശക്തമായി എടുക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ബുദ്ധിക്ക് നടക്കുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് ഈ കണ്ടതൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഈ പറഞ്ഞ വ്യക്തികളുടെ എല്ലാ രേഖകളും വെച്ച് നമുക്ക് പരിശോധിക്കാണോ ഇത് ഈ പറഞ്ഞതൊക്കെ കള്ളായിരുന്നോ, അത് ഉള്ളതാണോ? അല്ലെ? പല മേഖലയിൽ നിന്ന് വരുന്ന വ്യക്തികളുണ്ടാവും. ഈവൻ വിജിലൻസ് അടക്കമുള്ള ആൾക്കാർ, പോലീസ് ബന്ധുക്കൾ ആൾക്കാരുണ്ടാവും. ഇവിടെ വെറുതെ വർത്താനം പറയാൻ പറ്റില്ല കേട്ടോ. വ്യക്തമായിട്ടുള്ള എവിഡൻസുകൾ വെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അവരവർ പ്രവർത്തിച്ച മേഖലയെ ഉപേക്ഷിച്ചുകൊണ്ട് ശക്തമായിട്ട് ഈ മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ പറഞ്ഞിരുന്നത്. എന്തിനു വേണ്ടി? ഈ ഇൻഡസ്ട്രിയിൽ വന്നാൽ നമുക്ക് രക്ഷപ്പെടാം, ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നുള്ള 100% ഉറപ്പാണ്. കൈകൊണ്ടല്ലേ? അതായത് എന്റെ പേര് മനോജ് എന്നാണ്. ബൈ പ്രൊഫഷൻ ടീച്ചിങ് മേഖലയായിരുന്നു. ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ 8 വർഷമാകുന്നു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ ഈ ഇൻഡസ്ട്രിക്ക് വന്ന സമയത്ത് ഈ പ്രോഡക്റ്റുകളാണ് ഞാൻ ചോദിച്ചു മേടിച്ചൊരു അവസരമാണ്. കാരണം പല മേഖലയിൽ പ്രവർത്തിച്ചിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. ഒത്തിരി കമ്പനിയുടെ മാനേജറായിട്ടും എക്സിക്യൂട്ടീവ് ആയിട്ടും ഒക്കെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയില്ല. കടം കൊണ്ട് വേലി കെട്ടിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഹലോ, അതാണ് എന്റെ അവസ്ഥ. ഭയങ്കര കടം. അവസാനം ടീച്ചറായിട്ട് ജോലി കിട്ടി. അത് 4.5 വർഷം ടീച്ചറായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ബ്ലഡ് പ്യൂരിഫർ കൊണ്ട് തന്നെ. വൈഫിന്റെ പേര് ജയശ്രീ എന്നാണ്. ജയശ്രീക്ക് വെരിക്കോസ് ഉണ്ടായിരുന്നു. അതറിയാവുന്നതുകൊണ്ട് ആളുകൾ തന്ന് ഈ ബ്ലഡ് പ്യൂരിഫർ കൊടുത്തോ ജയിക്ക് മാറ്റം ഉണ്ടാകുന്നു. ഞാനത് വലിയ പ്രതീക്ഷകൾ കൊണ്ട് ജയിക്കൊണ്ട് കൊടുത്തു. അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ ജയം പറഞ്ഞത്രേ ഉള്ളൂ, എവിടുന്ന് കിട്ടിയ എന്തോ ഒരു സാധനം ഇതുകൊണ്ട് എനിക്ക് എന്നോട് കഴിക്കാൻ പറയുന്നു. ഇതൊന്ന് കഴിച്ചാൽ മാറുകയല്ലേ, അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാർക്കെല്ലാം ഇതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുത്താൽ പോലെ. ഇത് ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സുമേഷ് ആണെന്നത്. സുമേഷ് തന്നെ എൻ്റെ സീനിയറാണ്. ഞാൻ പറഞ്ഞു സുമേഷ് തന്നാണ് അത് കഴിച്ചോളാൻ പറഞ്ഞു. സുമേഷ് എന്താ ഡോക്ടറായത്? അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞു സുമേഷ് ഡോക്ടറുമായിട്ടില്ല, അല്ല ഏഷ്യാനെറ്റിലെ ജോലി എന്നാണ്. ഏഷ്യാനെറ്റിലെ കേബിൾ ഡിവിഷനിൽ. ഇത് വല്ലവരും കൊണ്ട് തന്ന സാധനം നിങ്ങൾക്ക് ഒരു ബോധമില്ലാതെ മേടിച്ച് എനിക്ക് കൊടുത്തത്. ഞാൻ കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി എൻ്റെ 3 പിള്ളേര് പഠിക്കാതാവും, നിങ്ങൾക്ക് വേറെ പെണ്ണ് കിട്ടും. ഹലോ, ലാസ്റ്റത്തെ ക്ലോസ് ആണ് എനിക്ക് വേറെ പെണ്ണ ഒരു കൈ കൊടുത്തത്. ഇത് നമ്മൾ മാത്രമേ നമ്മൾ ഇക്കരെ നിൽക്കുകയാണ്. അക്കരെ നിൽക്കുന്ന ആറും പറ്റി അപ്പുറം പട്ടി തൊള്ളയെ കൂട്ടിക്കുന്ന പട്ടി 6 പറ്റിയിട്ട് എന്നെ ഒന്ന് കഴിക്കുന്നു പറയുന്ന പോലെയാണ്. എനിക്ക് ആപ്പടെ പ്രശ്നമായിട്ട്. കാരണം ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിഞ്ഞുള്ളൂ. ഞാൻ ഒന്ന് കണ്ടതേ ഉള്ളൂ. പക്ഷേ ഈ പ്രോഡക്റ്റ് ഒരു 3-4 ദിവസം അവിടെ വെച്ചത്. അതിനുശേഷം അയാൾ കഴിക്കാൻ കാരണം രാവിലെ റേഡിയോയ്ക്കകത്ത് ആയുഷിനെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ട് ആൾക്ക് ബോധ്യം വന്നു. അങ്ങനെ കഴിച്ചു. 3.5 മാസം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇപ്പോൾ കാലിലെ വെരിക്കോസ് പൂർണ്ണമായിട്ടും മാറിയതാണ്. ഞാൻ പ്രോഡക്ട്സിൽ മാത്രമേ കമ്പനിക്കുള്ളൂ. അപ്പൊ അതിലെ ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് കഴിച്ചിട്ട് വെരിക്കോസ് മാറുന്നു, തൈറോയ്ഡ് മാറുന്നു, ശ്വാസം മുട്ട് മാറുന്നു, എല്ലാത്തിനും ഒറ്റ പ്രോഡക്റ്റ്. ശരിക്കും ഭയങ്കര റിസൾട്ട്. അപ്പം അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് നമ്മുടെ അശുദ്ധമായ രക്തമാണ് നമ്മുടെ ഒരു അസുഖത്തിന്റെ അടിസ്ഥാന കാരണം. അതിന്റെ അശുദ്ധി മാറി ശുദ്ധി ആവുമ്പോഴത്തേനും ഒരു 90% അസുഖങ്ങൾ മാറി കിട്ടും. ശരിയാണ്, തെറ്റാണ്? ഇതിന് PhD ആവശ്യമില്ലാന്ന് ഒരു ഡോക്ടറും ആവശ്യമില്ല. എക്സ്പീരിയൻസ് മേക്ക് മെയിൻ പെർഫെക്റ്റ്. ഒരു മനുഷ്യന് എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലുത്. അപ്പൊ ആ എക്സ്പീരിയൻസ് കൊണ്ട് കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഇത് കറക്റ്റായിട്ട് ചെയ്തും മറ്റു പലർക്കും പറഞ്ഞു കൊടുത്തു. വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വാഹനമില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തപ്പം അവരൊക്കെ ഇത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറായി. കുറെ പേര് കേട്ടു, കുറെ പേര് നമ്മളെ ഇറക്കി വിട്ടു, കുറെ പേര് പൂജിച്ചു. ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ പ്രോഡക്റ്റ് നമ്മുടെ കേരളത്തിലില്ല. മാത്താളത്തുനിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ എടുത്തോണ്ട് സിജി സാർ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഒരാൾക്ക് കച്ചറപ്പ് കൊടുക്കാനായിട്ട്. ഹലോ, ഇന്നോ മുട്ടിന് അല്ലെ 30 മുകളിൽ നമുക്ക് ഔട്ട്ലെറ്റ് യൂസ് സെന്ററുകളുണ്ട്. അപ്പൊ നമുക്കിന്ന് സുലഭമായി കിട്ടുന്നത് 100 കൂടുതൽ പ്രോഡക്റ്റ്, ഈവൻ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് എന്ത് മനസ്സിലാക്കണം? കാരണം ഇത്രയും പ്രോഡക്റ്റിന്റെ ലൈസൻസ് ഡിസ്ട്രിബ്യൂഷൻഷിപ്പാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? നമുക്ക് കിട്ടുന്നത്. എത്ര രൂപ, എത്ര ലക്ഷം മുടക്കി? ഹലോ, ഒരു ചെറിയൊരു പേസ്റ്റിന് കൊടുക്കണമെങ്കിൽ 15 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ കൊടുക്കണം. വണ്ടി വേണം, വള്ളം വേണം, എല്ലാ സൗകര്യം വേണം. വേണോ വേണ്ടയോ? ഹലോ, ശരിയല്ലേ? പക്ഷെ ഇത്രയും പ്രോഡക്റ്റ് ചില ഓതറൈസ്ഡ് ആയിട്ടുള്ള സർക്കാർ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇത്രയും പ്രോഡക്റ്റുകൾക്ക്
1 രൂപ നമുക്ക് ലൈസൻസിന് കൊടുക്കണ്ട. നിങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് എങ്കിൽ ഇതിന്റെ ലൈസൻസ് എടുത്ത് വെക്ക്. എന്നിട്ട് ഈ പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിച്ചേ. നമുക്ക് ഉറപ്പ് വന്നെങ്കിൽ നമ്മുടെ ബോഡി പോലെയല്ലേ മറ്റുള്ള ബോഡികളെല്ലാം. കളറും ഒക്കെ വ്യത്യാസമുണ്ട്. ഞാൻ കറുത്താണ്, നിങ്ങൾ വെളുത്താണ്, വേറെ ആളെ ചുവന്ന, ഇങ്ങനെ ഇത്ര വ്യത്യാസമുള്ളൂ. പക്ഷെ ബ്ലഡ് എല്ലാം പല ഗ്രൂപ്പാണ്, സെയിം ആണ്. അപ്പൊ സ്ട്രക്ചർ സെയിം ആണ്. ഈ പ്രോഡക്റ്റ് ആര് ഉപയോഗിച്ചാലും അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും. 100% റിസൾട്ട് കിട്ടിയിരിക്കും. ഈ റിസൾട്ട് നിങ്ങളിലൂടെ ആയിരക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് വീട്ടിലെ നിങ്ങൾക്ക് ഈ ബിസിനസ് വേണം, നിങ്ങൾക്ക് സ്ഥലമില്ല, നിങ്ങൾക്ക് ഈ ബിസിനസ് വേണം, നിങ്ങൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് ഈ ബിസിനസ് വേണം. ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്തേ. ഒരു അഡീഷണൽ വരുമാനം വേണമെങ്കിൽ, എക്സ്ട്രാ ഇൻകം വേണമെങ്കിൽ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യണം. നിങ്ങൾ 8 മണിക്കൂർ ജോലി ചെയ്യണം. 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു 5 മണിക്കൂർ പണിയെടുത്തേ. ഒരു 2000 രൂപ ഒരാഴ്ച കിട്ടിയെങ്കിൽ മാസം 2000 രൂപയല്ലേ. ആ 2000ത്തിനെ എങ്ങനെ വർദ്ധിപ്പിക്കാം ചിന്തിക്കുക. നിങ്ങൾക്ക് വരുമാനം കുറേശ്ശെ ലഭിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളും മിത്രങ്ങളും ആദ്യം നോ എന്ന് പറഞ്ഞവരെല്ലാം എന്ത് ചെയ്യും? ഹലോ, നിങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യും. ഈ ഒരു കാര്യം പ്രോസസ് കറക്റ്റായിട്ട് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കി തന്നിട്ടുണ്ട്. രാവിലത്തെ സൂം പ്രോഗ്രാം, കമ്പനിയുടെ പ്രോഗ്രാംസുകളെ, അതുപോലെ തന്നെ നമ്മുടെ BOP പ്രോഗ്രാംസ് എല്ലാം തന്നിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിങ് സെഷൻ, ഹാർവസ്റ്റ് സക്സസ് അക്കാഡമി നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്തേ. ഈ നിങ്ങളുടെ ഈ ബിസിനസ് ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ ഇതിന്റെ ഓണർഷിപ്പ്, ഇതിന്റെ ലൈസൻസ്, ഇതിന്റെ ഓണർഷിപ്പ് നിങ്ങൾ ഏറ്റെടുത്തേ. യു ആർ ദി ലീഡർ. നിങ്ങളാണ് ഈ ബിസിനസിന്റെ ഓണർ. നിങ്ങളുടെ ഗ്രൂപ്പിനെ വെച്ച് അവർക്ക് ഈ വരുമാനം, നിങ്ങൾക്ക് ഈ വരുമാനം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അവരോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ യു വിൽ ബി സക്സസ്. നിങ്ങൾ എന്ത് ചെയ്യും? വിജയിച്ചിരിക്കും. പണിയെടുക്കാതെ 5 പൈസ കിട്ടില്ല കേട്ടോ. ഹലോ, പണിയുണ്ടോ? പണിയുണ്ട്. ഒരു 3 തൊട്ട് 5 വർഷം നിങ്ങളൊന്ന് ഉറച്ചിരുന്നേ. 3 വർഷം തൊട്ട് 5 വർഷം നിങ്ങളുടെ എല്ലാ കടബാധ്യതയും തീർത്തിരിക്കും. എല്ലാ കടബാധ്യതയും നമുക്ക് തീർത്തെടുക്കാൻ പറ്റും. 5 തൊട്ട് 10 വർഷം പറയുമ്പോൾ നിങ്ങൾ ഒരു കോടീശ്വരനായിരിക്കും, അല്ലെങ്കിൽ ഒരു കോടീശ്വരി ആയിരിക്കും. അത് യാതൊരു സംശയമില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വിളിച്ചിട്ട് പറയുന്നതല്ല. ഞാൻ 8 വർഷം മുമ്പ് ഇൻഡസ്ട്രിയിൽ വന്ന സ്ഥലത്ത് എനിക്ക് ഒന്നുമില്ലായിരുന്നു. വട്ടപ്പൂജ. അന്ന് ക്രക്സ് എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവോ? ജെൻസ് ക്രക്സ് എന്നൊരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയിലാണ് ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങുന്നത്. അതിനുശേഷം ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തു. അതിനുശേഷം ഒരു പുതിയ വണ്ടി എടുത്തു. ഒരു 15 ലക്ഷം വണ്ടി എടുത്ത് താഴെ കിടപ്പുണ്ട്. അതാണ് ഇപ്പം അത് വണ്ടിയൊന്നും മാറുന്നത്. എല്ലാവരും പറയാൻ തുടങ്ങി, സാറിന്റെ വണ്ടി മാറുന്നില്ല, എല്ലാവർക്കും വണ്ടി മാറാൻ തുടങ്ങി. അപ്പൊ അത് ഒന്ന് മാറണം. 2, ഈ ഇൻഡസ്ട്രിയിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കടമില്ലാത്തൊരു രാത്രിയാണ്. ഇഷ്ടം പോലെ കടമുണ്ടായിരുന്നു. 19 ലക്ഷം രൂപ പണം 19 ലക്ഷം രൂപ കടം. അതിന്റെ ഇൻട്രസ്റ്റ് അവിടെ ചേർത്ത ഒരു 10-40 ലക്ഷം രൂപ വരും. ഹലോ, നമ്മുടെ ബന്ധുക്കളോടും മിത്രങ്ങളോടും മേടിച്ച് പറഞ്ഞത്, അതുപോലെ ബാങ്കിലെ കടത്തെല്ലാം കൂട്ടി അതെല്ലാം വീട്ടിൽ കടമില്ലാത്ത ഒരു രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. വീടൊന്നുമില്ല. അടുത്ത പ്രശ്നം വെച്ചാൽ സ്ഥലം മേടിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ 24 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആ സ്ഥലത്ത് തന്നെ തിരിച്ചു മേടിച്ചു. മധുര പ്രതികാരം എന്ന് പറയത്തില്ലേ, മധുര, അത് തന്നെ സാധനം. അതിനുശേഷം ഇപ്പൊ അവിടെ വീടിന്റെ പണി തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് നിൽക്കും. ഈ കഴിഞ്ഞ ഏപ്രിൽ വരെ ഏതാണ്ട് പണം പറയുന്ന പറഞ്ഞാൽ 1,10,00,000 രൂപ ഇൻകം ടാക്സ് അടച്ച് വൈറ്റ് മണി മേടിച്ചു. ഈ ഇൻഡസ്ട്രിയിൽ എന്നോടൊപ്പം യോജിക്കാതെ നിന്നത് എന്റെ വൈഫ് ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. ഇപ്പൊ സീരീസ് കാണാൻ ഈ പറഞ്ഞ കാര്യം അമ്മയാണ് സത്യം. ഞാൻ പുതിയതായിട്ട് പറഞ്ഞ കാര്യം പറയാം. നിങ്ങൾ തുടങ്ങിക്കോ. കാരണം ഏറ്റവും അനുകൂല സാഹചര്യമാണ് പറയാൻ പോകുന്ന കാലഘട്ടം. നമ്മുടെ ഇൻഡസ്ട്രിയുടെ കാലഘട്ടമാണ്. ഇതിനകത്ത് മുൻനിര പോരാളിയായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. ഹലോ, ഇനി മാറ്റി വെക്കാൻ നമുക്ക് സമയമില്ല. ശക്തമായ ഒരു തീരുമാനമെടുത്ത്, വ്യക്തമായ ഒരു തീരുമാനമെടുത്ത് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ശക്തമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, പണി എടുത്താൽ നമ്മുടെ കളത്തിൽ പണി വരമ്പത്ത് കൂലി കിട്ടും കേട്ടോ. മേടിച്ചു കിട്ടാൻ 40% നമ്മുടെ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യാൻ 12%. മറ്റ് അനുബന്ധപ്പെട്ട ഇഷ്ടം പോലെ ബെനിഫിറ്റ്സ് ഉണ്ട്. 50% തിരിച്ച് പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കുന്ന നമ്മൾ ആർക്ക് കിട്ടും? ഹലോ, നമ്മളപ്പോ ആ പണി ആര് ചെയ്യണം? നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ പണിയെടുത്തോ, വരുമാനം കിട്ടും. ശക്തമായ കമ്പനിയാണ്. എന്തായാലും ഇതിൽ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിന്നു. അതുപോലെ നമുക്ക് NCE നമ്മുടെ മിനിമോൾ ഗ്രാൻഡായിട്ട് NCE